അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നബിദിനാഘോഷത്തെക്കുറിച്ച് ഇബിലീസിൻ്റെ അനുയായികളായ വഹാബികൾക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്തപ്പോൾ ഒരു മൗലവി ആദർശ സമ്മേളനം എന്ന പേരിൽ കാസർഗോഡ് വെച്ചിട്ട് KNMൻ്റെ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടന്നത്, 23-ാം തീയതി. അതിൽ കായക്കൊടി എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങളൊക്കെ പറഞ്ഞു പോയി. അതുപോലെ തന്നെ ജിന്നൂരികൾക്ക് എന്തൊക്കെയോ മൂപ്പര് മറുപടി എന്നോണം പറഞ്ഞു. അതിൻ്റെ ശേഷം നസീറുദ്ദീൻ റഹ്മാനി എന്ന് പറയുന്ന ഒരു സാധുവായ മൗലവി, മൂപ്പരിൽ കാര്യമായിട്ടുള്ളത് ആ താടി മാത്രമേ ഉള്ളൂ, തലക്കകത്ത് ഒന്നും ഇല്ല എന്നാണ് മൂപ്പരുടെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. യാത്രാമധ്യേ ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകൻ, ഉസ്താദ് ഇങ്ങനെ ഒരാൾ മറുപടി എന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഞാൻ യാത്രയിലായിരുന്നു ഇന്ന് രാവിലെ. ഞാൻ സുബ്ഹാനല്ലാഹ് അത് കേട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായിരുന്നാലും നമ്മൾ ഉദ്ധരിച്ച ആ ഉദ്ധരണികൾക്കെല്ലാം ആധികാരികമായിട്ട് മൂപ്പര് മറുപടി പറയും എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ സുബ്ഹാന ജല്ല ജലാലുഹു ഒരു ഇബാറത്ത്, നബിദിനാഘോഷം നമ്മൾ സമർത്ഥിക്കുമ്പോൾ, ആധികാരികമായ ഇമാമിയങ്ങളെ കൊണ്ട് സമർത്ഥിക്കുമ്പോൾ, അതിനെതിരിൽ പറയുമ്പോൾ മാന്യതയുള്ള ഒരു മൗലവിയാണെങ്കിൽ 2-3 അത് ഷിർക്കാണെന്നും ബിദ്അത്താണെന്നും സമർത്ഥിക്കുന്ന എന്തെങ്കിലും പറയണ്ടേ? മൂപ്പര് കുറേ ചപ്പടാച്ചി അടിച്ചിട്ട് ആ സമ്മേളനം, മൂപ്പര സമ്മേളനമാണെങ്കിലും ഞാൻ നോക്കിയപ്പോൾ മറുപടി പറയാൻ നേരത്തെ സ്റ്റേജിൽ 2 പേരുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ ഈ സംസാരം കേട്ടിട്ട് ഒരാൾ എണീച്ചു പോയി. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ കൂടുള്ള ആൾ എണീച്ചു പോയി. അയാൾ ഒറ്റയ്ക്കിങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുക. ഞങ്ങൾ പറഞ്ഞുതരാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും വിട്ടിട്ട് സുന്നികൾക്കും സുന്നികൾ അംഗീകരിക്കുന്ന ഇമാമീങ്ങൾക്കും ഒരു ചാൺ പോലും ഞങ്ങൾ അങ്ങോട്ട് എടുത്തു വെക്കില്ല. വിശുദ്ധ ഖുർആൻ, ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങൾ അംഗീകരിക്കും. ഇമാമീങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇമാമീങ്ങൾ ഒന്നും നിങ്ങളെപ്പോലെ പോക്കറ്റിൽ നിന്ന് ഇന്ന് വരെ പഠിപ്പിച്ചിട്ടില്ല. അത് ലോകത്ത് റഹ്മാനി എന്നല്ല, അത് ഏത് തലതൊട്ടപ്പൻ മൗലവിമാർ വന്നാലും ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. ഇമാമീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ കട്ടുവായിച്ചതൊക്കെ ഇൻഷാ അള്ളാഹ് ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ വേണ്ടി പോവുക. ഇമാം നാജിയെ മുബ്തദിയാക്കി നിങ്ങൾ ആരെയൊക്കെ നസീറുദ്ദീൻ റഹ്മാനിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ നാജി ഇമാമിനെ മുബ്തദി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒരു പട്ടിക പറഞ്ഞുതരാം, കുറച്ച് ഇമാമീങ്ങളുടെ പേരുകൾ. ആ ഇമാമീങ്ങളൊക്കെ മുബ്തദി ആണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും മൗലവി. ഏതായിരുന്നാലും ഞാൻ വിചാരിച്ചു മൂപ്പര് മറുപടി പറയല്ലേ, നല്ല ആധികാരിക ചർച്ചയായിരിക്കും. ആദ്യം മൂപ്പര് പറയും, ഞാൻ ഒരാളെ കൊണ്ടുവരാം, നബിദിനാഘോഷത്തിന് തെളിവില്ല, ഞാൻ ഒരാളെ കൊണ്ടുവരാം, അയാളെ വോയിസ് നമുക്ക് ഇട്ടിട്ട് നമുക്ക് അയാൾക്ക് മറുപടി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്ലിപ്പ്, എൻ്റെ ഒരു വീഡിയോ മൂപ്പര് കൊണ്ടുവരുന്നു. ആദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ ആഘോഷം തെളിയിക്കപ്പെടേണ്ടതല്ലേ? ഈ ഉമ്മത്തിന്റെ മുന്നിൽ തെളിവ് വെച്ച് പ്രമാണം വെച്ച് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അത് കഴിഞ്ഞിട്ടില്ല, ഇതുവരെയും സാധ്യമായിട്ടില്ല. അതിനൊരു അരപ്രമാണം പറയാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ആളുകൾക്ക് വലിയ വിഷമാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ. അപ്പൊ നമുക്ക് ചോദിക്കാം, അയാളോടാണെന്ന് ഞാൻ ചോദിക്കാം, അയാളോട് മറുപടി പറയും, നമുക്കത് വിശദീകരിക്കാം. നിങ്ങൾ നോക്കൂ, ഒരാളോട് ചോദിക്കുകയാണ് എന്താണ് ഇതിന്റെ പ്രമാണമെന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് എന്ത് പ്രമാണമാണ് മുസ്ലിമീങ്ങൾക്ക് ഉള്ളതെന്ന് അങ്ങനെ ചോദിക്കാനുള്ള കാരണം, വഹാബികൾ അവരെല്ലാ വേദികളും പറയുന്നതാണ് ഖുർആനിലില്ല, ഹദീസിലില്ല. അപ്പോൾ ഒരു മുസ്ലിം നിലയ്ക്ക് എന്ത് പ്രമാണമാണ് മുന്നോട്ട് വെക്കാനുള്ളത്? അപ്പോൾ ഒന്നാമത്തെ അദ്ദേഹത്തിനോട് ചോദിക്കണം, ഒരു മുയിലാരോടുള്ള ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്നെ കൊണ്ടുവരികയാണ്, തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധുവായ മൗലവി ഒരു വീഡിയോയുടെ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴമ്പുള്ള ഭാഗം കട്ട് ചെയ്യണ്ടേ? എന്നോടൊരാൾ ചോദിക്കുന്നു,
വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? തെളിവുണ്ട് എന്നാ. നിങ്ങളിപ്പോൾ എന്തിനാണ് നിങ്ങളെ ഈ മുജാഹിദിൻ്റെ സമ്മേളനത്തിൽ നബിദിനാഘോഷത്തിന് തെളിവില്ല എന്ന് സമർത്ഥിക്കുന്ന നിങ്ങളുടെ സമ്മേളനത്തിൽ തെളിവുണ്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളുടെ തലക്കകത്ത് എത്രത്തോളം ആൾതാമസമുണ്ട് എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നബിദിനാഘോഷം തെറ്റാണ് എന്ന് സമർത്ഥിക്കുക. ആ സമർത്ഥിക്കാനായിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവരാം, മൂപ്പര് ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്ന്. ആ ഉണ്ട് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ ഇന്ന് വരെ തൊട്ടിട്ടുണ്ട്? അത് ഒരു വാക്കുകൊണ്ടെന്ന് തൊട്ടിട്ടുണ്ടാ? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഖുർആനിലും വിശുദ്ധമായ ഹദീസിലും സ്ഥിരപ്പെട്ടാലും അടിവരയിട്ടോ നസീറുദ്ദീൻ റഹ്മാൻ, നിങ്ങൾ എന്ത് കഴിച്ചിട്ടാണ് പ്രസംഗിച്ചത് നിനക്കറിയില്ല. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടാലും പിന്നീടും ചോദിക്കും, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ സ്വഹാബാക്കൾ ചെയ്താലേ ദീനിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് നസീറുദ്ദീൻ റഹ്മാനിയുടെ മതമായിരിക്കും. മുജാഹിദ് പോലും അങ്ങനെ പറയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ചേകന്നൂരിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധ ഖുർആനിലും വിശുദ്ധ ഹദീസിലും സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് മൗലവി ഇമാമിയങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യം? ബാക്കിയുള്ളവരിലേക്ക് നോക്കേണ്ട ആവശ്യം? അപ്പോൾ ഈ ഖുർആനിനെ ഹദീസിനെ തള്ളണം എന്നാണോ? ആ ഒരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും അത് ഇബ്ലീസിൻ്റെ ശൈലിയാണ്, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറയാ, ചോദ്യം ചോദിക്കുന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്തിന് ഭയപ്പാട്? തൻ്റെ ഇടമുണ്ടോ നസീറുദ്ദീൻ റഹ്മാനി ഒന്ന് ഏറ്റുമുട്ടാൻ? നബിദിനാഘോഷത്തിൻ്റെ വിഷയത്തിൽ ചോദ്യം ചോദിക്ക്. ഞങ്ങൾ ഉത്തരം തരാം. ഞങ്ങളും തിരിച്ച് കുറച്ച് അങ്ങോട്ട് ചോദിക്കും. നിങ്ങളിത് ആരെയാണ്? നിങ്ങൾ ആൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നസീറുദ്ദീൻ റഹ്മാൻ പറയാണ് ചോദ്യങ്ങൾ നമ്മൾ പേടിയുണ്ട് എന്ന്. അതൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാ. ഏതായിരുന്നു മൂപ്പര് പറയട്ടെ. ഇങ്ങനെ ചോദിക്കുന്ന ഒരു ടീം വേണ്ടെന്നാണ്. ഈ ചോദ്യത്തെ നേരിടാൻ അവർക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു കേട്ടോളി. ഈ വഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്തിനും പൊതുജനങ്ങൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഖുർആനിലും ഹദീസിലും വ്യക്തമായി കാണിച്ചു കൊടുത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്തിട്ടുണ്ടോ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ചെയ്തിട്ടുണ്ടോ? ചോദ്യങ്ങൾ ചോദിക്കുക. അതെ, ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമാണ്. ഒന്ന് ഖുർആനിലുണ്ടോ ചോദിക്കും, ഹദീസിലുണ്ടോ ചോദിക്കും. ആ ഖുർആനിലും ഹദീസിലുണ്ട് എന്ന് പറഞ്ഞ ഉടനെ ചോദിക്കും സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ. ഇങ്ങനെ വെറുതെ ചോദിക്കാൻ. അതാടോ ദീന്? ഏതാടോ ദീന്? മനസ്സിലായില്ല. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു കഴിഞ്ഞാലും വീണ്ടും ചോദിക്കല. ഇതേത് ദീനാ ചങ്ങാതിമാരെ? ഒന്ന് പറഞ്ഞരി, ഇതേത് മതമാണിത്? ഇസ്ലാം മത. ഖുർആനിൽ സ്ഥിരപ്പെട്ടു, ഹദീസിലും സ്ഥിരപ്പെട്ടു, എന്നിട്ടും അത് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ചോദിക്കുക. ഇതേത് ദീനാ? ഇത് വഹാബികൾ ഏറ്റെടുക്കുമോ? ഈ നസീറുദ്ദീൻ റഹ്മാനിയുടെ ഈ വിഡ്ഢിത്തം വഹാബികൾ ആരെങ്കിലും ഏറ്റെടുക്കുമോ? ഇത് ഇബ്ലീസിന്റെ ശൈലിയാണ്. ഖുർആനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ടിട്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കും എന്നുള്ളത് അത് ഇബ്ലീസിന്റെ ശൈലി തന്നെയാണ് മൗലവി. അത് ഇബ്ലീസിന്റെ ശൈലിയാണ്, അത് ധിക്കാരമാണ്. ഇബ്ലീസ് പലതും ചോദ്യം, പിന്നെ ഒരു വിഡ്ഢിത്ത മൂപ്പരി. അതാണ്, ഒരു പോയിന്റിലേക്കും തെളിവിലേക്കും മൂപ്പര് വരുന്നില്ല. ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഓരോരോ വാക്കിങ്ങനെ പ്രയോഗിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. മൂപ്പര് പറയാം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചോദിച്ചിട്ടുണ്ടോ? ആ മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളോട് ഉത്തരം കിട്ടുന്നില്ല. കാരണം അയാൾക്കും അറിയില്ല, മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകൾക്കും അറിയില്ല. മൂപ്പര് തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കും. ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ആദർശ സമ്മേളനത്തിൻ്റെ കോലം. ഇതാണ് ആദർശം. ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ? എന്താണ് മൗലവി? ഞാനൊരു ആയത്ത് ഓതിത്തരാം. ആദ്യം നിങ്ങൾ ആ ചോദിക്കുന്ന ആ ഒരു വിഡ്ഢിത്തം നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കി. അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിം അങ്ങനെയാണല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഇബ്ലീസ് അള്ളാഹുവിനോട് പലതും ചോദിച്ചോ? ആദമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അള്ളാഹുവിനോട് ഇബ്ലീസ് എന്തെങ്കിലും ചോദിച്ചോ? എന്തെങ്കിലും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. എന്താണ് ഈ മൗലവിക്ക്
പറ്റിയത് എന്ന്. ഇതിപ്പോൾ എന്ത് ആദർശമാണ് മൂപ്പർ സംസാരിക്കുന്നത് എന്ന് പോലും അറിയില്ല. അള്ളാഹുവിനോട് മലക്ക് അള്ളാഹുവിനോട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒന്നും ചോദിച്ചിട്ടില്ലേ സൂറത്തുൽ ഇസ്രാ? പിന്നെ അള്ളാഹ് പറഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹ്ക്ക് മറുപടി കൊടുത്തതാണെന്ന്. എന്തൊക്കെയാണ് ഈ വിഡ്ഢിത്തങ്ങൾ എന്ന് പറയുന്നത്? അള്ളാഹു ചോദിക്കട്ടെ ചോദിക്കാതിരിക്കട്ടെ, ഇബ്ലീസ് ചോദിച്ചിട്ടുണ്ടോ? ഇബ്ലീസ് ഒരു ചോദ്യം, ഒരു സംശയരൂപത്തിൽ അസ്ജുദു, ഞാൻ സുജൂദ് ചെയ്യണോ? അത് ചോദ്യമല്ലാതെ, അത് ഇസ്തിഫ്ഹാമല്ലാതെ ഈ നസീറുദ്ദീൻ റഹ്മാനി അതെന്താ സംഭവം? നിങ്ങളെന്താ ഇപ്പൊ സുന്നത്യമായത്തിന് വിഷയം വിട്ടിട്ട് അള്ളാഹുവിനോട് ചോദിച്ച കാര്യങ്ങൾ പോലും വിശുദ്ധ ഖുർആൻ വരെ വിമർശിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളിങ്ങനെ തരം താഴ്ന്നു പോവുകയാണല്ലോ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഇസ്രാഇന്റെ 61-ാമത്തെ ആയത്ത്, ഇത് വിശുദ്ധ ഖുർആനാ. ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ വിട്ടിട്ട് ഞങ്ങൾക്കൊരു കളിയുമില്ല. വിശുദ്ധമായ നബിദിനാഘോഷം ഞങ്ങൾ ആഘോഷിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് മൗലവി. ഇപ്പം ഏതായിരുന്നാലും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഒന്നും മിണ്ടാതെ വന്നപ്പോൾ മൂപ്പര് തന്നെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ 61-ാമത്തെ ഇത് സൂറത്ത് ഇസ്രാഇന്റെ 61-ാമത്തെ ആയത്തിൽ കാണാം, എന്താ? വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ. അറിയാമല്ലോ, ഇബ്ലീസ് ഒഴികെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ സർവ്വ മലക്കുകളും ജിന്നുകളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്തു. കാല സൂറത്തുൽ ഇസ്രാഇന്റെ 61-ാമത്തെ ആയത്തെടുത്ത് പരിശോധിച്ചു നോക്ക്. കാല, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചോദിക്കുന്നു അസ്ജുദു. എന്താണ് റഹ്മാനി അർത്ഥം? മുമ്പ് അള്ളാഹു ചോദിക്കട്ടെ ചോദിക്കാതിരിക്കട്ടെ, എൻ്റെ വാദം എന്താ? അള്ളാഹുവിനോട് ചോദ്യം ചെയ്തു. അസ്ജുദു നഹ്വുമായി എന്തെങ്കിലും ബന്ധമുള്ള മുത്തഅല്ലിമീങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. തൊപ്പിയും അതുപോലെ തന്നെ ദാടിയും വെച്ചിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഓതി പഠിക്കണം കേട്ടോ. അസ്ജുദു, ഞാൻ സുജൂദ് ചെയ്യണോ? ഇത് ചോദ്യമാണ് ചങ്ങാതി, ഇത് ചോദ്യമാ. ലിമൻ, ഒരാൾക്ക് ഞാൻ സുജൂദ് ചെയ്യണോ? ഖലഖ്ത, നീ സൃഷ്ടിച്ചിരിക്കുന്നു, ത്വീന, കളിമണ്ണിനാൽ നീ സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് ഞാൻ സുജൂദ് ചെയ്യണോ? ഈ നോ എന്ന് വരുന്നത് ചോദ്യമല്ലാതെ അത് ആൻസറാ? എന്താണ് മൗലവി? ആദർശം വല്ലതുകൊണ്ട് ഖുർആനിന് ഘടകവിരുദ്ധമായി. അപ്പൊ പിന്നെ മുമ്പിൽ അള്ളാഹു പറഞ്ഞില്ല, അത് വേറെ വിഷയം, ഞാൻ നിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതെന്താ? അള്ളാഹുവിനോട് ചോദ്യം ചെയ്യുന്നു. സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ചോദ്യം ചെയ്യുന്നു. സൂറത്തുൽ ഇസ്രാഇന്റെ 61-ാമത്തെ ആയത്തിൽ പച്ച അറബിയിലാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. ചോദ്യം ചോദിച്ചു. കളിമണ്ണിനാൽ സൃഷ്ടിച്ച ഒരു വ്യക്തിക്ക് ഞാൻ സുജൂദ് ചെയ്യണോ? അതിൻ്റെ മറുപടി ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം, കടക്കട പുറത്തുനിന്നാ കേട്ടോ. ഇത് ഏത് ബുദ്ധി കുറഞ്ഞ മനുഷ്യന് മനസ്സിലാകുന്ന വിഷയമല്ലേ? ഇനി മൂപ്പര് പറയട്ടെ, ഒന്നും കൂടെ മൂപ്പര് പറയട്ടെ. അപ്പൊ ഇബ്ലീസ് കുറേ ചോദ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു എന്നുള്ള കളവല്ലേ? അല്ലേ? എങ്ങനെയാണ് ഈ മൂലമാർക്ക് ഇങ്ങനെ ഇബ്ലീസിന്റെ പേര് കളവ് പറയാൻ തോന്നുന്നത്? ആലോചിക്കുക. പിന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചിട്ട്, ആദമിനെ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട്, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയോ? അതെ, അതെന്തായിരുന്നു? അത് അള്ളാന്റെ ചോദ്യത്തിന് മറുപടിയാ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അതേ ആ വിഷയം മൂപ്പര് അംഗീകരിച്ചില്ലേ? അതായത് അള്ളാഹു ചോദിച്ചപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇതിന്റെ മലയാളമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അസ്ജുദു ലിമൻ ഖലഖ്ത ത്വീന. ആദർശം പറയാനില്ല, എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് എന്താ പറയാ മുതലാക്കുവാൻ വേണ്ടി കുഞ്ഞാടുകൾക്ക്, അടുത്തിരിക്കുന്ന കുഞ്ഞാടുകൾക്ക് പോലും തൃപ്തിയാകുന്നില്ലല്ലോ. ഇയാൾ ഈ തമാശ പറയുന്നു എന്ന രൂപത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പോലും അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും തൃപ്തിയാകുന്നില്ല. വിഡ്ഢിത്തമാണ്, ഇതെന്താണ് ഇയാൾ സംസാരിക്കുന്നത് എന്ന് ആൾക്കാർ വരെ ചിന്തിച്ചു പോവുകയാണ്. ഇനി നോക്കി, ഏതായിരുന്നാലും ആദർശമൊന്നും ഈ മൂപ്പർക്ക് പറയാനില്ല. അപ്പം നമ്മൾ പറഞ്ഞതെന്താ? മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ ഒരു വീഡിയോയിൽ വിശുദ്ധമായ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമീങ്ങളുടെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്.
സ്വഹീഹായ ഹദീസുകൾ ഇമാം മുസ്ലിമിൻ്റെ ഒരു ഹദീസും അതുപോലെ തന്നെ ഇമാം അസ്കലാനി തങ്ങൾ വേറെ ഒരു ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലെ മുസ്ലിമിലെ ഹദീസ്, അങ്ങനെ 3 ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ടുമുള്ള തെളിവുകൾ നിരത്തിയിട്ട് മൂപ്പര് ഒന്നിലേക്കും കടക്കുന്നില്ല. ഒരു ആദർശ സമ്മേളനത്തിൽ അതിനെയല്ലേ ഗണ്ണിക്കേണ്ടത്? ആദർശ ബോധമുള്ള ഒരു മൗലവിയാണെങ്കിൽ അതിനെയല്ലേ ഗണ്ണിക്കേണ്ടത്? ഞാൻ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, മഹത്തുക്കളായ പണ്ഡിതന്മാര് അത് വിശദീകരിച്ചിട്ടുണ്ട്. മൂപ്പരത് കേട്ട ഉടനെ മൂപ്പർക്ക് അങ്ങോട്ട് ഹാലിളകി, ദീനുമായി ബന്ധമില്ലാത്ത കുറെ വർത്താനങ്ങൾ അതാദ്യം പറയട്ടെ, അതിന്റെ പിന്നിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. പറയുന്നു, മൗലിദാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് അടിസ്ഥാനം ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് അടിസ്ഥാനമുണ്ട്. ഇമാമിങ്ങൾ വിശദീകരിച്ചതാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത് മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. അല്ല, ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത് പണ്ഡിതന്മാരല്ല. ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത് പണ്ഡിതന്മാരല്ല. എന്നിട്ട് മൂപ്പര് കുറെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു ആണ് വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത്. രണ്ടാമത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമത്തെ വിഷയത്തിലേക്ക് എന്താണ് മൗലവി കടക്കാത്തത്? നിങ്ങൾക്ക് തഫ്സീറിൻ്റെ ഒരു ബാലപാഠം പോലും അറിയില്ല എന്നല്ലേ നിങ്ങളെ ഈ പ്രസംഗം വിളിച്ചോതുന്നത്? ഒന്നുമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ-ഇത്ഖാൻ ഫീ ഉലൂമിൽ ഖുർആൻ എന്ന കിതാബെങ്കിലും ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് പഠിച്ചുകൂടെ മൗലവി? കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ആദർശ സമ്മേളനം എന്ന പേരിൽ ഈ ജൂദായുസം പ്രസംഗിക്കുന്നതിൻ്റെ മുമ്പ് പണ്ഡിതന്മാരെ ദർസിൽ, എൻ്റെ ദർസിലെങ്കിലും ഒന്ന് ഓതി പഠിച്ചുകൂടെ ചങ്ങാതി? എന്താണ് ഈ തഫ്സീർ? ഇമാമിയങ്ങൾ തഫ്സീർ അഥവാ വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ? സ്വന്തം പോക്കറ്റിൽ നിന്നിട്ടാ? സ്വന്തം പോക്കറ്റിൽ നിന്നാണോ ഇമാമിങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഇബ്നു കസീറിൻ്റെ ആ തഫ്സീറിൻ്റെ തുടക്കം ഒരു 10 പേജെങ്കിലും ഒന്ന് മുത്താല ചെയ്തു ഒന്നുകൂടെ ചങ്ങാതി. നിങ്ങളെ വാദപ്രകാരം ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ അംഗീകരിക്കാൻ പറ്റൂലേ? റാസി ഇമാമിനെ അംഗീകരിക്കണ്ടേ? അതുപോലെ തന്നെ ഇമാം തൊബരി, ഇമാം ബഗവി, അതുപോലെ തന്നെ ആലൂസി, അതുപോലെ ഇമാം സുയൂത്തി, എത്ര ഇമാമിങ്ങളാ! ഇവരെല്ലാം തഫ്സീർ എഴുതിയത് സ്വന്തം പോക്കറ്റിൽ നിന്നാണോ? ഇബ്നു തൈമിയ്യ വരെ എത്രയോ തഫ്സീർ കൊടുത്ത് മൂപ്പർക്ക് തഫ്സീറിന്റെ കിതാബ് ഇല്ലെങ്കിലും ഇബ്നു തൈമിയ്യത്തുൽ ഹർറാനി വരെ മൂപ്പര് തഫ്സീർ എഴുതിയിട്ടില്ലേ? ആ ഇമാമികളൊക്കെ തള്ളണമെന്നാണോ? നിങ്ങൾ എന്താണ് ഒരു ശരിക്കുള്ള ഒരു വഹാബിക്ക് പോലും ഇല്ലാത്ത വാദമാണല്ലോ ഈ നസീറുദ്ദീൻ റഹ്മാനി പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് പറ്റിയത്? ലോകത്ത് എത്ര തഫ്സീറിന്റെ കിതാബുകളുണ്ട്, അതൊക്കെ ഇമാമിയങ്ങളാ. ആ ഇമാമിയങ്ങൾ എങ്ങനെയാണ് തഫ്സീർ ഉണ്ടാക്കിയത്? ഇമാം സുയൂത്തിയുടെ ഇത്ഖാൻ പഠിച്ചു നോക്ക്. എന്താണ് ചെങ്ങൻ അമാനി മൗലവിയുടെ പരിഭാഷ നിങ്ങളെല്ലാം അംഗീകരിക്കുന്നില്ലേ? ലോകത്ത് എത്ര തഫ്സീറുകളുണ്ട്? തഫ്സീറുകളെ പോലും അംഗീകരിക്കാത്ത ഒരു മൗലവിയായിട്ട് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ കുറെ ആയത്ത് ഓതുന്നു ഈ സമ്മേളനത്തിൽ. നിങ്ങൾ ഒരായത്ത് ഓതിയിട്ട് നസീറുദ്ദീൻ റഹ്മാനി ഒരു അർത്ഥം വെക്കുകയാണ്. അത് അവിടെ ഇരിക്കുന്ന കുഞ്ഞാടുകൾ സ്വീകരിക്കണം. ഗവേഷകരായ മുജിത്തഹിദുകളായ ഇമാമുന സുയൂത്തി, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സമയമില്ല. ഇമാം സുയൂത്തി അടക്കം അൽ-ഇത്ഖാൻ എന്ന കിതാബിലടക്കം ഒരു മുഫസ്സിറിന് ഉണ്ടാകേണ്ട 15 ഡിമാൻഡുകൾ, 15 ഷർത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. പോയി പഠിച്ചു വാ. ആ 15 ഷർത്തുകൾ, ഡിമാൻഡുകൾ ഒത്ത പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമിനെ വിശദീകരിക്കും. അത് ആർക്കാ മനസ്സിലാകാത്തത്? വിശുദ്ധ ഖുർആനിനെ ഒന്നാമതായി വിശദീകരിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാ. അതുകൊണ്ടാണ് നബിദിനാഘോഷത്തിന് ഞങ്ങൾ തെളിവ് കിട്ടിയത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ബേക്കിൽ വരുന്നുണ്ട്. ഈ നബിദിനാഘോഷത്തിന് തെളിവ് കിട്ടാൻ കാരണം അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹുവിൻ്റെ കലാമു കൊണ്ട് തഫ്സീർ കൊടുത്തത് കൊണ്ട് തന്നെയാ. നാജി ഇമാമിൻ്റെ പേരിൽ നിങ്ങൾ പറഞ്ഞ കള്ളങ്ങളും മൂടി വെച്ചതൊക്കെ ഇൻഷാ അള്ളാഹ് ഇവിടെ പൊളിയാൻ പോവുക. ആകെ കൂടി നിങ്ങൾ തൊട്ടത് ഇമാം നാജി തങ്ങളുടെ ആ ഇബാറത്ത് മാത്രമാണ്. എന്തേ അൽ മദ്ഖലിൽ ഞാൻ പറഞ്ഞത് തൊടാതെ പോയത്? എന്താ നസീറുദ്ദീൻ റഹ്മാനി, ഞാൻ അൽ മദ്ഖൽ ഉദ്ധരിച്ചിട്ടില്ലേ? ഇമാം മുസ്ലിമിന്റെ ഹദീസ്, സ്വഹീഹായ ഹദീസ് വെച്ച് ഈ നബിദിനാഘോഷം സമർത്ഥിച്ച അൽ മദ്ഖൽ കാണാതെ പോയതാണോ? പേടിച്ച് വിട്ടുകളഞ്ഞതാണോ നിങ്ങൾ? അതുപോലെ തന്നെ ഇമാം അസ്കലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഫത്വ അൽ ഹാവിലിൽ ഫത്താവിൽ എന്ന് വായിച്ചിട്ടില്ലേ ഞാൻ?
അതുപോലെ ഇമാം സുയൂത്തിയുടെ ഉദ്ധരണി കൊണ്ടുവന്നിട്ടില്ല ഞാൻ, അതൊന്നും തൊട്ടിട്ടില്ല. കാരണം തൊട്ടാൽ പൊള്ളുമെന്ന് നിങ്ങൾക്കറിയാം. നാജി ഇമാമു അത് ഏതോ ഒരു ഇമാമു എന്ന രൂപത്തിൽ വരുത്തി തീർത്ത് അയാള് എന്ന് പറഞ്ഞിട്ട് നാജി മുബത്തദി ആണ് എന്ന് വരെ നിങ്ങൾ പറഞ്ഞില്ലേ. ഏതായിരുന്ന ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, തഫ്സീർ എന്തെന്ന് പോലും സാധുവിന് അറിയില്ല, കിതാബ് പഠിച്ചിട്ടില്ല, ഖുർആൻ എന്തെന്ന് അറിഞ്ഞിട്ടില്ല, ഹദീസ് എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അയാളെ നാവിലൂടെ തന്നെ എൻ്റെ ഈ വാദം മൂപ്പർ സമർത്ഥിക്കുന്നുമുണ്ട്. സ്വന്തം പോക്കറ്റിൽ നിന്ന് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ, കാരണം അത് ഞാൻ തന്നെ പറയുന്നുണ്ട്, സ്വന്തമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ പിന്നെ ഇമാമിയങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പറഞ്ഞതല്ല എന്ന് അപ്പോൾ തന്നെ വന്നില്ലേ മൗലവി? ഞാൻ ഇമാമിയങ്ങൾ ഉദ്ധരിച്ചതാണ്, ഞങ്ങൾക്ക് തെളിവുണ്ട്. എന്നിട്ട് ഞാൻ തന്നെ പറയുന്നു സ്വന്തമായിട്ട് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ പിന്നെ ഇമാമിയങ്ങൾ വ്യാഖ്യാനിച്ചത് സ്വന്തം വാദപ്രകാരവും സ്വന്തം പോക്കറ്റിൽ നിന്നുമല്ല എന്ന് ഏത് അരിഭക്ഷണം കഴിക്കുന്ന മനുഷ്യനാ മനസ്സിലാകാത്തത്? നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാം. നിങ്ങളെ വലിയ ആദർശ സമ്മേളനമാണല്ലോ, നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു തരാം. ഇതൊരു സഖാഫിയ. ഓൻ ഒരേ സമയത്ത് രണ്ട് വർത്താനം പറയും. കേട്ടോണേ, ഒരേ സമയത്ത് രണ്ട് വർത്താനം. സ്വയം ഒരിക്കലും വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. ക്ലിയർ. സ്വയം ഒരിക്കലും വ്യാഖ്യാനം കൊടുക്കാൻ പാടില്ല. പിന്നെ ആര് വ്യാഖ്യാനിക്കണം? ഇമാമിങ്ങൾ. ഇമാമിങ്ങൾ എവിടുന്നാ വ്യാഖ്യാനിക്കുന്നത്? സ്വയം തന്നെ, സ്വന്തമായിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ലിയർ ആണ്. ഓൻ തന്നെ പറയട്ടെ, ഞാൻ തന്നെ പറഞ്ഞതാ അത്. പിന്നെ എന്തിനാ ചങ്ങാതി ഇതൊക്കെ ക്ലിപ്പാക്കുന്നു? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ എത്രത്തോളം കാര്യം മനസ്സിലാക്കാത്ത മനുഷ്യരാണെന്ന് ആ വഹാബികൾക്ക് ഇതിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. സ്വന്തമായിട്ട് ഒന്നും വ്യാഖ്യാനിക്കരുത്, മറിച്ച് സ്വന്തമായിട്ട് ഒന്നും വ്യാഖ്യാനിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലായത്? ഇമാമിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ എന്തോ ഒരു മാനദണ്ഡമുണ്ട് എന്നല്ലേ? ആ മാനദണ്ഡമാണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും. അത് ഇമാമിങ്ങൾ വ്യാഖ്യാനിക്കും. അതല്ലാതെ മുജാഹിദിന്റെ ആഫീസിലേക്ക്, നസീറുദ്ദീൻ റഹ്മാനിയുടെ വീട്ടിലേക്ക് ഓരോരോ ആദർശം ഇപ്പോഴും വല്ല മലക്കും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും വെച്ചിട്ട് ഇമാമിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനം ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങൾ പിന്നെ ഏത് എന്താ പറയാ മുസ്ലിമാണെന്നോ ഏത് മതക്കാരാണെന്നോ ഞങ്ങൾക്കറിയില്ല. മുസ്ലിമീങ്ങൾ മുഴുവനും ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒരാദർശം കൊണ്ട് ഒരാശയം കൊണ്ടുവരുന്നു, വിശുദ്ധ ഖുർആന് കൊണ്ട് വിശുദ്ധ ഹദീസ് കൊണ്ട് സമർത്ഥിക്കുന്നു, ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നതുപോലെ നബിദിനാഘോഷം ബഹുമാനപ്പെട്ട ഇമാം നാജിത്തങ്ങൾ വിശുദ്ധ ഖുർആനിനെ വിശുദ്ധ ഖുർആന് കൊണ്ട് വിശദീകരിച്ചിട്ട് തഫ്സീർ കൊടുത്തിട്ട് അംഗീകരിക്കുന്നു. ഇതെന്താ? അതിൽ തന്നെ ഉണ്ട്, നിങ്ങളെ മൂടി വെച്ചു. ഇമാം നാജിത്തങ്ങളെ ബാക്കിയുള്ള അറബി ഇബാറത്ത് നിങ്ങൾ മൂടി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആ സംസാരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ തെളിവുണ്ട്, ഖുൽ ബി ഫദ്ലില്ല എന്ന ആയത്തിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ പുച്ഛിക്കുകയാണ് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ സമ്മതിക്കുകയാണ് ഞങ്ങൾ പുച്ഛിക്കുക തന്നെയാണെന്ന്. കൂട്ടത്തിൽ പറയുന്നു നിങ്ങളെയാണ് ഞങ്ങൾ പുച്ഛിക്കുന്നത് എന്ന്. നസീറുദ്ദീൻ റഹ്മാനി, ഞങ്ങളെ പുച്ഛിക്കാനേ, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല നിങ്ങൾ ഞങ്ങളെ പുച്ഛിക്കുന്നത്, മറിച്ച് വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ പുച്ഛിക്കുന്നത് വിശുദ്ധ ഖുർആനിനെയും കൂടിയാണ് ചങ്ങാതി. ഇതെന്താണ് ഇയാൾക്കൊന്നും മനസ്സിലാകാത്തത്? ഒരാൾ വിശുദ്ധ ഖുർആൻ്റെ ആയത്തോതുകയാണ്, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് അയാളെങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. എന്തിനാ ഞാനിപ്പോൾ ഈ ആയത്തോതിയപ്പോൾ നിങ്ങൾ കളിയാക്കി ചിരിച്ചത്? ഞാൻ നിങ്ങളെ കളിയാക്കിയതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആയത്ത് ഓതിയപ്പോൾ എന്തിനാ നിങ്ങൾ കളിയാക്കിയത്? അപ്പം ആയത്തിനെ കൂടിയല്ലേ നിങ്ങൾ പുച്ഛിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയോ ആദർശം തലയിലേറ്റിക്കൊണ്ട് ചീഞ്ഞഴിഞ്ഞ എന്താ പറയുക മസ്തിഷ്കത്തിലേക്ക് ആദർശവുമായിട്ട് നടക്കുമ്പോൾ, ഞങ്ങൾ ആദർശം ഇവിടെ ശരിയുള്ളൂ എന്ന വാദവുമായിട്ട് നടക്കുമ്പോൾ, ബാക്കിയുള്ളവർ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന് ഇമാമിയങ്ങൾ കൊടുത്ത തഫ്സീർ വായിക്കുമ്പോൾ അതിനെതിരിൽ പുച്ഛിക്കുകയാണെങ്കിൽ നിങ്ങൾ ഖുർആനിനെ തന്നെയാണ് പുച്ഛിക്കുന്നത്. നിങ്ങൾ തന്നെ പറയും. ഒരായത്താണല്ലോ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് യൂനുസിലെ 57, 58 ആയത്ത്. ഈ വഹാബികൾക്ക് ഖുർആനിനോട് പുച്ഛമാ. നമ്മുടെ ഏതെങ്കിലും സംവാദ വേദികളിലോ മുഖാമുഖ വേദികളിലോ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു യാത്രാമധ്യേ ഒരു വഹാബി ചോദിക്കുകയാണ് നബിദിനാഘോഷത്തിന് തെളിവുണ്ടോ? ആ സമയത്ത് സൂറത്ത് യൂനുസിലെ 57, 58 ആയത്ത് ഉദ്ധരിക്കുന്ന സമയത്ത് അവർ പുച്ഛിച്ചുകൊണ്ട് ചിരിക്കുകയാണ്.
ആരെയാണ് ഈ പുച്ഛിക്കുന്നത്? നിങ്ങളെ തന്നെ പൂച്ചിക്കേണ്ടത്, നിങ്ങളെ തന്നെ. കാരണം നിങ്ങൾ ഈ ആയത്തോദന എന്തിനാണ്? റബീഉൽ അവ്വൽ 12-ന് മൗലിദാഘോഷം നടത്താനുള്ള തെളിവായിട്ട് ഞങ്ങൾ ഖുർആൻ ഓതുന്നത്. ഈ ഖുർആൻ ഇറങ്ങിയത് ആർക്കാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. ആ ഖുർആൻ നബി തങ്ങൾ ഓതിക്കൊടുത്തത് ആർക്കാണ്? സ്വഹാബത്തു റളിയല്ലാഹു അൻഹും. ഈ രണ്ട് കൂട്ടർക്കും ഇത് തിരിഞ്ഞില്ല എന്ന് പറയുന്നത് എൻ്റെ തലമണ്ടക്ക് നേരെ ഞങ്ങൾ പുച്ഛിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? പുച്ഛിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. എങ്ങനെയുണ്ട്? വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ഇയാൾ പുച്ഛിക്കുമോ? ഇല്ല. അപ്പോൾ മൗലിദാഘോഷത്തിന് തെളിവുണ്ട്, വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുണ്ട്. ഈ ആയത്ത് മൗലിദാഘോഷത്തിനും സന്തോഷിക്കാനും തെളിവാണെന്ന് ഇന്ന ഇമാമ് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും പുച്ഛിക്കുകയാണെങ്കിൽ ചങ്ങാതി, നിങ്ങളുടെയൊക്കെ ഈമാൻ എവിടെ? ഇമാം നാജീർ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമാം നാജീർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഇബാറത്ത് വെച്ചുകൊണ്ട്, അഥവാ തഫ്സീർ വെച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ വെച്ചുകൊണ്ട് പറയുമ്പോൾ പുച്ഛിച്ച് ചിരിച്ചിട്ട് അവസാനം ഇമാം നാജി റളിയല്ലാഹു അൻഹുവിനെ മൂപ്പര് പറയുന്ന ഒരു ശൈലി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതാണ് അവരുടെ ആദർശം, ഇമാമിയങ്ങളോടുള്ള നിലപാട്. ഇമാം നാജി തങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ എഴുതുമ്പോൾ അതൊക്കെ ഏത് നൂറ്റാണ്ടുകാരനാണെന്നും ആരുടെ ശിഷ്യനാണെന്നും ഇൻഷാ അള്ളാഹ് ബേക്കൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം മൂപ്പര് പറയുന്നതും കേട്ടു നോക്കാം. ആർക്കാണ് ഇത് കിട്ടിയത്? എന്ത് ഇതിന്ന് നബിദിനാഘോഷം റബീഉൽ അവ്വൽ 12-ന്റെ ആഘോഷം നടത്താം എന്ന് തെളിവ് കിട്ടിയത് ആർക്കാണ്? ആ ആളെ നമുക്കൊന്ന് നോക്കാം. അയാൾ ആരാ നോക്കാം. ഞങ്ങൾക്ക് ഇമാമിയങ്ങളാ വലുത്, ആ ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവാണ് വിശുദ്ധ ഖുർആൻ. അല്ല, ഞങ്ങൾക്ക് ഇമാമിയങ്ങളല്ല വലുത്, ഞങ്ങൾക്ക് ഖുർആനാണ് വലുത്, ഞങ്ങൾക്ക് സുന്നത്താണ് വലുത്. ചങ്ങാതി, അത് ആർക്കാ അറിയാത്തത്? വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും അതവിടെ നിൽക്കട്ടെ, അത് വലുതാണെന്ന വിഷയത്തിൽ ഇവിടെ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഈ തർക്കമില്ലാത്ത വിഷയങ്ങളൊക്കെ കുഞ്ഞാടുകളെ പൊട്ടീസാക്കാൻ വേണ്ടി എന്തിനാ നിങ്ങളിങ്ങനെ കൊണ്ടുവരുന്നത്? വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും വെച്ച് സമർത്ഥിക്കുന്ന ഇമാമിയങ്ങൾ, അതാണ് തർക്ക വിഷയം. നോട്ട് ദ പോയിന്റ്. വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസും വെച്ച് വിഷയങ്ങൾ സമർത്ഥിക്കുന്ന ഇമാമിയങ്ങൾ, ആ ഇമാമിയങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്നവർ ആ ഇമാമിയങ്ങളെ അംഗീകരിച്ചോളണം. വിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുന്നവർ, വിശുദ്ധ ഹദീസിനെ അംഗീകരിക്കുന്നവർ ആ ഇമാമിയങ്ങളെയും അംഗീകരിച്ചോളണം. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മൗലവി, നിങ്ങൾക്ക് വിവരമില്ല എന്ന് കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യാനാ? വിശുദ്ധ ഖുർആനിൽ വ്യക്തമായിക്കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞതായി കാണാം. സൂറത്തുൽ നിസാഇന്റെ 83-ാമത്തെ ആയത്ത്, വഇദാ ജാഅഹും അംറും മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ റസൂലിലേക്ക് മാത്രമെന്നാണോ? വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. എന്താണ് ഈ ഉലുൽ അംർ? തഫ്സീറിലേക്ക് പോകാൻ പാടില്ലല്ലോ ഇനിയിപ്പോൾ. സുബ്ഹാനല്ലാഹ്, തഫ്സീറിലേക്ക് ഒന്നും പോകാൻ പാടില്ലല്ലോ. ഈ ഉലുൽ അംർ എന്നതുകൊണ്ട് ഇമാമിങ്ങൾ എന്താ പറയുന്നത്? ആരാണ് ഈ ഉലുൽ അംർ? ഉലമാ എന്നല്ലേ ഇബ്നു കസീർ വരെ തഫ്സീർ കൊടുത്തിട്ടുള്ളത്. ആ ഉലമാക്കൾ ഇടപെടുകയും അവരൊരു വിഷയം പറയുകയും ചെയ്താൽ വിശുദ്ധ ഖുർആനിന്റെയും വിശുദ്ധ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇമാമിയങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരാശയം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കൽ നിർബന്ധമാണെന്നല്ലേ ഇബ്നു കസീർ വരെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അൽ വാജിബു അലൽ ഉലമാഇ അൽ കശ്ഫു അൻ മആനി കലാമില്ലാഹി വ തഫ്സീരി ദാലിക. ഇബ്നു കസീർ, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ, നിങ്ങൾ എവിടെ കിടക്കുന്നു? ഇമാമിയങ്ങൾ എവിടെ കിടക്കുന്നു? അള്ളാഹു പറയുന്നു. മാത്രമാണോ? ഇതേ സൂറത്ത് നിസാഇന്റെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി കൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് വല്ല വിഷയങ്ങളും ബാധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വല്ല വിഷയത്തിൽ തർക്കത്തിലായി കഴിഞ്ഞാൽ ഉലുൽ അംറിനോട് ചോദിക്കണേ, ആലിമീങ്ങളോട് ചോദിക്കണേ. ആ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് തീരുമാനമായിട്ട് വരും. ഈ വിഷയം പറയാത്ത ലോകത്ത് വല്ല ഇമാമിങ്ങളുമുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി,
നിങ്ങൾ അംഗീകരിക്കുന്ന ഇബ്നു കസീർ അടക്കം, ഇമാം സുയൂത്തി, ഇമാം ഖുർത്തുബി, ലോകത്ത് ഇമാം അഹല്ലി, എല്ലാ ഇമാമിങ്ങളും, നിങ്ങളല്ലാത്ത ലോകത്തുള്ള സർവ്വ ഇമാമിയങ്ങൾക്കും ഈ വിഷയത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനും ഹദീസും, അതിലൂടെ ആർക്കാ തർക്കം? ആ വിശുദ്ധമായ ഹദീസും ഖുർആനും വെച്ചുകൊണ്ട് കാലോചിതമായ വിഷയങ്ങൾക്ക്, അവരുടെ കാലത്തുണ്ടാകുന്ന വിഷയങ്ങൾ, അതിൻ്റെ മുമ്പുണ്ടാകുന്ന വിഷയങ്ങൾ, അതൊക്കെ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും തീരുമാനപ്പെടുത്തുമ്പോൾ, തീർച്ചപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കുന്നത് ഖുർആനിനെ അംഗീകരിക്കലാണ്, അത് അംഗീകരിക്കുന്നത് ഹദീസിനെ അംഗീകരിക്കല. ഇതാർക്കാ മനസ്സിലാകാത്തത്? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൂപ്പർക്ക് ദേഷ്യം അടങ്ങുന്നില്ല, മൂപ്പർക്ക് ഒരു നിലക്കും ദേഷ്യം അടങ്ങുന്നില്ല. എങ്ങനെയെങ്കിലും നാജി ഇമാമിനെ ഈ ദീനിൽ നിന്ന് പുറത്താക്കണം, പുത്തനാശയക്കാരനാക്കണം. മൂപ്പരെന്ന് പറയുന്നത് കേട്ടു നോക്കാം. ഇമാം നാജി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. എന്താ പറയുന്നത്? ഫഖ്ദിറു ഖദ്റ നബിയിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഇമാമ് ഇനി മുബ്തദിആവും. ഏത് ഇമാമാണോ ഈ വിഷയം പറയുന്നത്, ആ ഇമാമൊക്കെ മുബ്തദിആയി പോയി. ഫഖ്ദിറു. അവിടെയും ഒരു വിഷയമുണ്ട് കുട്ടിയെ, അവിടെ ഒരു വിഷയമുണ്ട്. ബിദ്അത്ത് ആര് പറഞ്ഞാലും ബിദ്അത്താണ്. അതിന് വലിപ്പവും തലയെക്കെട്ടും വലിയ കുപ്പായവും പിന്നെ ശൈഖുനയാണെന്നോ ശംസുലുലമയാണെന്നോ കുത്തുബുസ്സമാനാണെന്നോ ഇതൊന്നും നമുക്ക് നോട്ടമില്ല. നമുക്കെന്നല്ല, ഇസ്ലാമിന് അങ്ങനത്തെ ഒരു നോട്ടം തന്നെ ഇല്ല. കാരണം എന്താ? അത് ലോകത്തോട് പ്രഖ്യാപിച്ചയാള് സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയ്യുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരിയ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇത് ലോകത്തോട് പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ ഹബീബാണ്. അതുകൊണ്ട് ആര് ബിദ്അത്ത് ചെയ്താലും അത് ബിദ്അത്ത് തന്നെയാണ്. എങ്ങനെയുണ്ട്? ബിദ്അത്ത് ആര് ചെയ്താലും മുബ്തദിആണ് പോലും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിനിവിടെ ആരാ ബിദ്അത്ത് ചെയ്തത്? നിങ്ങൾ ഒരു പ്രവർത്തനത്തിന് ബിദ്അത്ത് എന്ന് പേര് വെക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്യുന്നവരെയെല്ലാം മുബ്തദിആക്കി പാസ്സാക്കുക. അതിന് വിശുദ്ധ ഖുർആനും വേണ്ട, ഹദീസും വേണ്ട, ഇജ്മാഉം വേണ്ട, ഖിയാസും വേണ്ട. മൗലവി, നിങ്ങൾ എങ്ങനെയൊക്കെയോ ഇമാം നാജി റളിയല്ലാഹു അൻഹുവിനെ മുബ്തദിആക്കുവാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ നാജി ഇമാം എന്ന് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഇമാം നാജി റളിയല്ലാഹു അൻഹു. ആ നാജി ഇമാമിൻ്റെ ഉദ്ധരണി എന്താണ്? ഇമാം നാജി റളിയല്ലാഹു അൻഹു നബിദിനാഘോഷത്തെ സമർത്ഥിക്കാനായി കൊണ്ടുവന്ന ഇബാറത്ത് നിങ്ങൾ തൊട്ടിട്ടില്ല, നിങ്ങൾ വായിച്ചിട്ടില്ല, ഒരൊറ്റ ഹർഫ് നിങ്ങൾ വായിച്ചിട്ടില്ല. അത് പൂർണ്ണമായിട്ട് കേട്ടോ. ഫഖ്ദിറു ഖദ്റ നബിയിക്കുമുൽ മുസ്തഫൽ മുഖ്താർ അല്ലദീ ലൗലാഹു മാ ഖലഖല്ലാഹു അബാകും ആദമ വലൽ ജന്നത വലൻ നാറ വതബറകൂ ബിവിലാദതിഹി വഫ്റഹൂ ബിഹാ. അതിൻ്റെ ശേഷം അതാണ് എന്താണ് സമർത്ഥിച്ചത്? നിങ്ങൾ നബിദിനാഘോഷം കൊണ്ട് സന്തോഷിക്കണം, ബറക്കത്തെടുക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫമാ വല്ല തറഹു വലാ തവാലൽ ഫറഹു ഇല്ലാ ബിതുൽഅതിഹി സഈദ വലാ സുത്തും ഇല്ലാ ബിസിയാദതിഹി വസ്മഉ ഖൗല റബ്ബിക്കും. തെളിവുദ്ധരിക്കുക. ഖുർആനിനെ ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുന്നു, ഖുർആനിനെ ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ അള്ളാഹുവിൻ്റെ കലാമിനെ അള്ളാഹുവിൻ്റെ കലാമു കൊണ്ട് തഫ്സീർ ചെയ്യുക, വിശദീകരിക്കുക. അതാണ് ഇമാം നാജി തങ്ങൾ പറയുന്നു, വസ്മഉ ഖൗല റബ്ബിക്കും തബാറക വതആല ഫീമാ ഉൻസില ഇലൈഹി ഫീ കിതാബിഹി ഇൻ കുൻതും തസ്മഊന ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. കാരണം ഈ ആയത്തിൽ പറയുന്ന റഹ്മത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ആയത്തിനെ ഈ ആയത്ത് കൊണ്ട് വിശദീകരിക്കുകയാണ്. ഈ ആയത്തിൽ പറയുന്ന റഹ്മത്ത് അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം വേറെ ഒരു ആയത്തിലൂടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അത്രത്തോളം ആയത്തിനെ ആയത്ത് കൊണ്ട് തെളിവുദ്ധരിച്ച് നബിദിനാഘോഷത്തെ സ്ഥിരപ്പെടുത്തുന്ന ഇമാം നാജി
മുബ്തദിഅ അല്ലേ? എന്നാൽ മൗലവി, നാജി ഇമാമിന് നിങ്ങൾ മുബ്തദിഅ എന്ന് പറഞ്ഞതുപോലെ എത്ര ഇമാമിങ്ങളാണ് ഈ നബിദിനാഘോഷത്തെ അംഗീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം അസ്കലാനി തങ്ങൾ മുബ്തദിഅ ആണോ അല്ലേ? ഒന്ന് പറ മൗലവി. ബഹുമാനപ്പെട്ട ഷാരിഹുൽ ബുഖാരി, അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇബ്നു ഹജറിൽ അസ്കലാനി റളിയല്ലാഹു അൻഹു നബിദിനാഘോഷത്തെ അംഗീകരിച്ചിട്ടില്ലേ? ആ നബിദിനാഘോഷത്തിന് സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് തെളിവുദ്ധരിച്ചിട്ടില്ലേ? ഇമാം അസ്കലാനി തങ്ങൾ മുബ്തദിഅ ആണോ? പറയൂ നിങ്ങൾ. അതുപോലെ തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു, ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അതൊക്കെ അങ്ങനെ അതൊക്കെ മുബ്തദിഅങ്ങളാ. ഇബ്നു ജുബൈർ തങ്ങൾ, ഇബ്നു ദിഹിയ റളിയല്ലാഹു അൻഹു, എത്ര ഇമാമിങ്ങളെ ഒരൊറ്റ ഇരിപ്പിൽ ഉദ്ധരിക്കാൻ പറ്റും? ഇബ്നുൽ ഹാജ് എന്തേ ഇബ്നുൽ ഹാജിന്റെ കിതാബ് തൊടാതെ പോയത്? കേൾക്കാതെ പോയതാ? ഇബ്നുൽ ഹാജിന്റെ ഉദ്ധരണികൾ എമ്പാടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം അസ്കലാനിയുടെ ഉദ്ധരണികൾ എമ്പാടും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മൗലവിമാരെ, നിങ്ങളുടെ കുഞ്ഞാടുകളെ പൊട്ടീസാക്കുവാൻ വേണ്ടി ഈ വിധ പ്രഭാഷണങ്ങളൊക്കെ ഉപകരിക്കും എന്നതിൽ കവിച്ചാൽ, എന്നതൊഴിച്ചാൽ ഈ വിധ പ്രഭാഷണങ്ങളെ കൊണ്ടൊന്നും വിശുദ്ധമായ ഇസ്ലാമിൻ്റെയും വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും ആശയാദർശത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ലോകത്ത് എത്ര ഇമാമിങ്ങളാണ് നബിദിനാഘോഷം അനുവദിച്ചുകൊണ്ട് അവസാനം ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനോട് ഇതെല്ലാം ആ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഭിമുഖമാണ്. ആ 3 മണിക്കൂർ ഒന്ന് കേട്ടു നോക്കിയ റഹ്മാനി, അടുത്ത കൊല്ലം മുതലൊക്കെ നിങ്ങൾ നബിദിനാഘോഷം നടത്താൻ സാധ്യതയുണ്ട്. എല്ലാ തെളിവും അതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന എല്ലാ ആരോപണങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ഫാത്തുമിയാക്കളാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ നബി തങ്ങൾ വഫാത്തായ ദിവസത്തിൽ എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും ആധികാരികമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നാജി ഇമാമിൻ്റെ ഒരൊറ്റ ഉദ്ധരണിയിൽ മാത്രം ഒതുക്കി നാജി ഇമാമിനെ മുബ്തദിഅ ആക്കി. നിങ്ങൾ എങ്ങോട്ടാ? അങ്ങനെയാണെങ്കിൽ ഇബ്നു തൈമിയ്യ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഒരു മൗലവി പറയണേ, ഇബ്നു തൈമിയ്യ പറഞ്ഞത് മുഴുവൻ അംഗീകരിക്കുമോ? ഇബ്നു തൈമിയ്യ പറഞ്ഞതിൽ ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുൻ നാസ് എന്ന് തുടങ്ങിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ കൂലി കിട്ടും എന്ന് ഇഖ്തിദാഇൽ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇബ്നു തൈമിയ്യ ആരായി? മുബ്തദിഅ നമ്പർ 1 മുബ്തദിഅ അല്ലേ? ഇബ്നു തൈമിയ്യത്തുൽ ഹറാനി നമ്പർ 1 മുബ്തദിഅ. ഇബ്നു കസീറിനെ പരിചയമുണ്ടോ? ഇബ്നു കസീർ മൗലിദ് ഉണ്ടാക്കിയ ആളാ. ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ നല്ല ഉഷാറ് മൗലിദ് ഉണ്ടാക്കിയ ആളാ. അപ്പൊ 2ാം നമ്പർ മുബ്തദിഅ ആര്? നമ്മുടെ ഇബ്നു കസീർ തന്നെ. മൗലിദ് ഈ ലോകത്ത് ഉണ്ടാക്കിയ ആളാണല്ലോ മലിക്കുൽ മുദഫർ വിപുലമായ രൂപത്തിൽ. ആ മലിക്കുൽ മുദഫറിനെ വാനോളം പുകഴ്ത്തിയ ആളാണ് ഹാഫിദ് സഹബി, 3ാം നമ്പർ മുശ്രിക്ക്. അതുപോലെ തന്നെ മുശ്രിക്കല്ല മുബ്തദിഅ. പിന്നെ ഇബ്നു റജബിൽ ഹംബലി ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. മൂപ്പരും മൗലിദിനെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്, 4ാം മുബ്തദിഅ. പിന്നെ ഇബ്നു ഹജറിൽ അസ്കലാനി, ഇമാം സുയൂത്തി, ഇമാം നാജിം, അതുപോലെ തന്നെ ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഖാസിം റസാഇ റളിയല്ലാഹു ഹിജ്റ 894 വഫാത്തായ റസാഇ റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി മുബ്തദിഈങ്ങളുടെ നേതാവ് അല്ലേ? ഇമാം സുയൂത്തി മുബ്തദിഈങ്ങളുടെ നേതാവും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇത് ഇബ്നു ജുബൈർ തങ്ങൾ മുബ്തദിഅ, അതുപോലെ ഇബ്നു ദിഹിയ മുബ്തദിഅ, മുല്ല അലി അൽ ഖാരി മുബ്തദിഅ. നിങ്ങളങ്ങനെ മുബ്തദിയാക്കാൻ നിൽക്കുകയാണെങ്കിൽ KNM-ലും വിസ്ഡം ഗ്രൂപ്പിലുമുള്ള കുറച്ച് കുഞ്ഞാടുകളല്ലാതെ ബാക്കിയുള്ളവരെല്ലാം മുബ്തദിഅ ചിത്രീകരിക്കേണ്ടി വരും. ഏതായിരുന്നാലും സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നബിദിനാഘോഷത്തിന് വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്, ഇമാമിയങ്ങളുടെ ഉദ്ധരണികളിൽ തെളിവുണ്ട്. അവരെല്ലാം ജീവിതത്തിൽ പകർത്തിയതും കൂടിയാണ്. ഞങ്ങൾക്കൊരു കടുകുപണി പോലും ആ വിഷയത്തിൽ സംശയമില്ല. അള്ളാഹു ഹഖായ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ മരണം വരെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.